ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഇതുപോലെയുള്ള ഒരു ഗ്രാനി സ്ക്വയർ എങ്ങനെ ചെയ്യാം നോക്കാം. അപ്പോൾ ഞാനിവിടെ ഗ്രാനി സ്ക്വയർ ചെയ്യാനായിട്ട് 5 ഷെയ്ഡിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര ഷെയ്ഡിൽ വേണമെങ്കിലും നമുക്ക് ഗ്രാനി സ്ക്വയർ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 5 ഷെയ്ഡ്സിലാണ് ഈ ഒരു ഗ്രാനി സ്ക്വയർ ചെയ്യുന്നത്. ഏത് കളേഴ്സിൽ വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കോട്ടണിലെ മാജിക് നീഡിൽസ് എന്ന് വാങ്ങിച്ചിട്ടുള്ള കോട്ടൺ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിലെ യാണാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇത് 100% കോട്ടൺ ആണ്. വെയിറ്റ് വരുന്നത് 150 ഗ്രാമാണ്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 350 മീറ്ററാണ്. പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഈ ലേബിളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏത് ഹുക്ക് സൈസ് യൂസ് ചെയ്യണം എന്ന് ഇതിൽ കൊടുത്തിട്ടുള്ളത് 3 mm ഹുക്ക് സൈസ് യൂസ് ചെയ്യാനാണ്. പക്ഷേ ഞാൻ 2.5 mm ഹുക്ക് സെറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാകുമ്പോൾ എനിക്ക് ഒന്നും കൂടി ഒരു ടൈറ്റിൽ കിട്ടും. അതുകൊണ്ട് ഞാനിവിടെ 2.5 mm ഹുക്ക് സെറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ ഞാൻ 5 ഷെയ്ഡ്സാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഷെയ്ഡിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് ഫസ്റ്റ് ഏതെങ്കിലും ഒരു കളർ എടുക്കാം. ഞാനിവിടെ നമുക്ക് ഫസ്റ്റ് ഒരു മാജിക് സർക്കിൾ ചെയ്ത് കൊടുക്കാം. മാജിക് സർക്കിളിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അറിയാത്തവർ അത് നോക്കി പഠിച്ചതിന് ശേഷം നമുക്ക് ഇത് ചെയ്ത് നോക്കാം. ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് 3 ചെയിൻ ചെയ്യാം. 1 2 3 ചെയിൻ ചെയ്യുക. എന്നിട്ട് യാൺ ഓവർ ചെയ്യുക. നമ്മൾ ഈ ഒരു സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് 11 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. യാൺ ഓവർ ചെയ്യുക. ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുമ്പോൾ 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും. ഈ ഒരു 3 ചെയിൻ നമ്മളൊരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കൗണ്ട് ചെയ്യും. ഇനി അപ്പോൾ നമുക്ക് 2 എണ്ണമായി. ടോട്ടൽ നമുക്ക് 12 എണ്ണമാണ് വേണ്ടത്. ഇനി നമുക്ക് 10 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ഈ ഒരു സെൻറ്ററിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ചെയ്യാം. 3 4 5 6 7 8 9 10 11 12 നമുക്ക് ഇവിടെ 12 സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12. അപ്പം നമ്മളിവിടെ 12 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു ടൈൽ വലിച്ചിട്ട് നമുക്കിത് ടൈറ്റാക്കി കൊടുക്കാം. അതിനുശേഷം 1 2 3 ഈ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത ഈ ഒരു 3 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് ഫസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷ്യയുടെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. യാൺ ഓവർ ചെയ്യുക. ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ 2 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. ഈ ഒരു ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ഒരു സർക്കിൾ കിട്ടിയിട്ടുണ്ട്. ചെയിൻ 1 ചെയ്യുക. നമുക്ക് യാണ് കട്ട് ചെയ്യുക. നമ്മളിനി അടുത്ത സെയിം കളർ യാണല്ല യൂസ് ചെയ്യുന്നത്, വേറെ കളർ യാണ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ യാണ് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് യാണ് കട്ട് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഹുക്ക് ഇങ്ങനെ മുകളിലേക്ക് വലിച്ചിട്ട് ഇത് ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ഒരു സർക്കിൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എവിടെയെങ്കിലും ഇവിടെ തന്നെ ചെയ്യണമെന്നില്ല. ഇവിടെയാണ് നമ്മൾ എൻഡ് ചെയ്തിട്ടുള്ളത്. ഒരു സെൻറ്ററിലേക്ക് ആക്കിയിട്ട് ഈ 2 ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്ക് വേറൊരു കളർ യാണ് യൂസ് ചെയ്യാം. ഞാൻ ഈ ഒരു ബ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് ടൈലൈൻ ഇങ്ങനെ എടുത്തിട്ട് ഈ ഒരു ബാക്ക് സൈഡിലേക്ക് ഈ ഒരു ഫിംഗറിനെ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചു കൊടുക്കുക. അതിന് ശേഷം യാൺ ഓവർ ചെയ്യുക. ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. എന്നിട്ട് 3 ചെയിൻ ചെയ്ത് കൊടുക്കുക. 1 2
ത്രീ ചെയിന് നമ്മൾ ഒരു ഡി സിക്ക് 3 ചെയിൻ ചെയ്തു, ഒരു ചെയിൻ എക്സ്ട്രാ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ടോട്ടൽ നമ്മൾ 4 ചെയിനാണ് ചെയ്യുന്നത്. യാൺ ഓവർ ചെയ്യുക, അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഡി സി ചെയ്യുക, ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച്. 4 ചെയിന്, ഒരു അടുത്ത ചെയിനിൽ ഒരു ഡബിൾ ക്രോഷേ. അപ്പോൾ ഇവിടെ 4 ചെയിന് നമ്മൾ 3 ചെയിന് ഒരു ഡി സി, ഈ ഒരു ചെയിന് എക്സ്ട്രാ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ സെൻറ്ററിൽ വരുന്ന ഒരു ചെയിൻ 1 ആണ്. പിന്നെ ഒരു ഡി സി ചെയ്തു. വീണ്ടും നമുക്കൊരു ചെയിൻ 1 ചെയ്ത് കൊടുക്കുക. യാൺ ഓവർ ചെയ്യുക, അടുത്ത ചെയിനിൽ നമുക്കൊരു ഡി സി ചെയ്യുക, വീണ്ടും ചെയിൻ 1 ചെയ്യുക, അടുത്ത ചെയിനിൽ ഒരു ഡി സി ചെയ്യുക, ചെയിൻ 1 ചെയ്യുക, അടുത്ത ചെയിനിൽ ഒരു ഡി സി ചെയ്യുക. അങ്ങനെ ഈ റൗണ്ട് കംപ്ലീറ്റ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുക. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഡി സി, അതിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു ചെയിൻ 1ഉം ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഈ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 12 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടണം. ചെയിൻ 1, അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഈ യാണൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ കട്ട് ചെയ്ത യാണൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒന്ന് കൂട്ടി പിടിച്ചിട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഹൈഡായി പോയിക്കോളൂ കേട്ടോ. അങ്ങനെ തെമ്പത്ത് വെച്ച് കട്ട് ചെയ്യുമ്പോൾ അത് ഊരി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ യാണൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യാതെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഹൈഡാക്കിയിട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ ഹൈഡായി കിട്ടും. ചെയിൻ 1, അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഡി സി ചെയ്യുക, ചെയിൻ 1 ചെയ്യുക, അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒരു ഡി സി ചെയ്യുക, ചെയിൻ 1 ചെയ്യുക, അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒരു ഡി സി ചെയ്യുക, ചെയിൻ 1 ചെയ്യുക, അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ലാസ്റ്റ് ചെയിനാണ്, ഒരു ഡി സി ചെയ്ത് കൊടുക്കുക. നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 12 സ്റ്റിച്ചാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. 12 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് നമുക്ക് ഈ സെക്കൻഡ് റൗണ്ടിൽ കിട്ടി. ചെയിൻ 1 ചെയ്യുക. നമുക്ക് ഈ ഒരു 3 ചെയിനിൻ്റെ ഇങ്ങനെ ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീണ്ടും ചെയിൻ 1 ചെയ്യുക, യാണ് കട്ട് ചെയ്യുക. എപ്പോഴും ഏത് വർക്ക് ചെയ്യുമ്പോഴും സ്റ്റിച്ചസ് എഴുതി വെച്ചതിന് ശേഷം ചെയ്ത് കൊടുക്കുക കേട്ടോ. യാണ് പുറത്തേക്ക് വലിച്ചിട്ട് ഇത് ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ നമ്മളെ സെക്കൻഡ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയപ്പോൾ നമുക്ക് 12 ഡബിൾ ക്രോഷേ സ്റ്റിച്ച്, അതിൻ്റെ സെൻറ്ററിലൊക്കെ ഓരോ ചെയിന് 1 സ്പേസും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കളർ യാണ് യൂസ് ചെയ്യുക. ഞാനിവിടെ റെഡ് കളർ യാണാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് റെഡ് കളർ യാണ് ആഡ് ചെയ്യുക. ഏതെങ്കിലും ഒരു സ്പേസിൽ, ഈ ഒരു സ്പേസിലാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് കുറച്ച് ടൈലൻ്റ് അധികം എടുക്കുക. എന്നിട്ട് 1 2 3 ചെയിൻ ചെയ്യുക, യാൺ ഓവർ ചെയ്യുക. ഈ ഒരു സ്പേസിലേക്ക് വീണ്ടും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക. ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും യാൺ ഓവർ ചെയ്യുക. ഈ സെയിം സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക. ഹുക്കിന് മുകളിലേക്ക് എടുക്കുമ്പോൾ 4 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മളൊരു ഡി സി ഡിക്രീസിങ് 3 പ്രാവശ്യം ചെയ്തു. ചെയിൻ 2 ചെയ്യുക, 1 2. വീണ്ടും യാൺ ഓവർ ചെയ്യുക. ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക. ഹുക്കിനെ മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഹുക്കിൽ 2 ലൂപ്പ് ഉണ്ടാവും. വീണ്ടും യാൺ ഓവർ ചെയ്യുക. ഈ സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക. ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുമ്പോൾ 4 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് ഹുക്കിൽ 3 ലൂപ്പ് ഉണ്ടാവും. വീണ്ടും യാൺ ഓവർ ചെയ്യുക. ഈ സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക. ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ 5 ലൂപ്പ് ഉണ്ടാവും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. 4 ലൂപ്പ് ഉണ്ടാവും. യാൺ ഓവർ ചെയ്യുക. ഈ 4 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മൾ ഡി സി ഡിക്രീസിങ് 3 ടൈംസ് ചെയ്തു. ഇനി ചെയിൻ 2 ചെയ്യുക, യാൺ ഓവർ ചെയ്യുക. ഈ ഒരു സ്പേസിലേക്ക് വീണ്ടും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക. ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും.
yarn over ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പം ഹുക്കിൽ 2 ലൂപ്പ് ഉണ്ടാവും. വീണ്ടും yarn over ചെയ്യുക, സ്പേസിലേക്ക് ഹുക്ക് ഇൻസെർട്ട് ചെയ്യുക, yarn over ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് എടുക്കുമ്പോൾ 4 ലൂപ്പ് ഉണ്ടാവും. yarn over ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ 3 ലൂപ്പ് ഉണ്ടാവും. വീണ്ടും yarn over ചെയ്യുക, ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസെർട്ട് ചെയ്യുക, yarn over ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ 5 ലൂപ്പ് ഉണ്ടാവും. yarn over ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഹുക്കിൽ 4 ലൂപ്പ് ഉണ്ടാവും. yarn over ചെയ്യുക, ഈ 4 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ DC ഡിക്രീസിങ് ചെയ്തു. ഇനി ചെയിൻ 2 ചെയ്യുക, സെയിം പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ ഒരു എൻഡ് എത്തുന്ന വരെ ഈ ഒരു പാറ്റേൺ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ചെയിൻ 2 ചെയ്യുക, വീണ്ടും DC ഡിക്രീസിങ് ചെയ്യുക. 1 2 3 ടൈംസാണ് നമ്മൾ DC ഡിക്രീസിങ് ചെയ്യുന്നത്. ഹുക്കിൽ 4 ലൂപ്പ് കിട്ടും. ലാസ്റ്റ് ഈ 4 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും ചെയിൻ 2 ചെയ്യുക. ഈ ഒരു പാറ്റേൺ നമുക്ക് ഈ എല്ലാ സ്പേസിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഇങ്ങനെ DC ഡിക്രീസിങ് നമുക്കിങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് തിരിച്ചു വരാം കേട്ടോ. ഈ എല്ലാ സ്പേസിലും ചെയ്യുക. അപ്പോൾ നമ്മൾ 1 2 3 4 5 6 എണ്ണം ചെയ്തു. ഇനി ഒരു 6 എണ്ണം കൂടി ചെയ്യാനുണ്ടാവും. 12 എണ്ണം ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാനിവിടെ ഓരോ ചെയിനിലും ഓരോ ഡിക്രീസിങ് എന്നുള്ള ഒരു രീതിയിൽ ഇങ്ങനെ ചെയ്തിട്ട് 12 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 പിന്നെ 12 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ ഒരു സ്പേസിലേക്കാണ് ചെയിൻ 2 ചെയ്തതിന് ശേഷം ഈ സ്പേസിലേക്ക്, ഈ ഫസ്റ്റ് സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ചെയിൻ 1 ചെയ്യുക, yarn കട്ട് ചെയ്യുക. നിങ്ങൾ ഓരോ റൗണ്ടിലും കൗണ്ട് ചെയ്തിട്ട് വേണം അടുത്ത റൗണ്ടിലേക്ക് പോകാൻ കേട്ടോ, അല്ലെങ്കിൽ ഈ ഒരു സ്ക്വയർ റെഡി ആയി കിട്ടൂല. അപ്പോൾ നമ്മൾ 3rd റൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള ഒരു പാറ്റേൺ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇത് നമ്മൾ സ്ക്വയർ ആക്കിയിട്ട് എടുക്കാൻ പോവുകയാണ്. ഏതെങ്കിലും ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, എന്നിട്ട് അടുത്ത കളർ yarn യൂസ് ചെയ്യുക. ഞാനിവിടെ ലൈറ്റ് ഗ്രീനാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സ്പേസിൽ, ഈ ഒരു സ്പേസിലാണ് നമ്മൾ ഇടുന്നത് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, കുറച്ച് ടൈൽ എൻഡ് എടുക്കുക. അതിന് ശേഷം നമുക്ക് 1 2 3 4 ചെയിൻ ചെയ്യുക. 2 ടൈംസ് yarn over ചെയ്യുക. കണ്ടോ, ഹുക്കിൽ ഞാൻ 2 പ്രാവശ്യം yarn over ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഈ ഒരു സ്പേസിലേക്ക് തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, yarn over ചെയ്യുക. ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുമ്പോൾ നമുക്ക് 1 2 3 4 ലൂപ്പ് ഉണ്ടാവും. yarn over ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് 3 ലൂപ്പ് കിട്ടും. വീണ്ടും yarn over ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് 2 ലൂപ്പ് കിട്ടും. yarn over ചെയ്യുക, ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്കൊരു ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും. വീണ്ടും 2 ടൈംസ് yarn over ചെയ്യുക. ഈ ഒരു സെയിം സ്പേസിലേക്ക് തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, yarn over ചെയ്യുക. ഹുക്കിനെ മുകളിലേക്ക് വലിക്കുമ്പോൾ 4 ലൂപ്പ് കിട്ടും. yarn over ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. 2 ലൂപ്പ് കിട്ടും. yarn over ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. 4 ലൂപ്പ് കിട്ടും. ഇപ്പോൾ നമുക്ക് 2 ലൂപ്പ് കിട്ടും. yarn over ചെയ്യുക, ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടി. അപ്പോൾ ഈ 3 4 ചെയിൻ നമ്മളൊരു ട്രിപ്പിൾ ക്രോഷ്യ ആയിട്ട് കൗണ്ട് ചെയ്യും. അങ്ങനെ നമുക്ക് ടോട്ടൽ 3 ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടി. ഇനി നമുക്ക് ചെയിൻ 2 ചെയ്യുക. 1 2 ചെയിൻ 2 ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ 2 ടൈംസ് yarn over ചെയ്യുക. ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 4 ലൂപ്പ് കിട്ടും. yarn over ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ 3 ലൂപ്പ് കിട്ടും. yarn over ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ 2 ലൂപ്പ് കിട്ടും. വീണ്ടും yarn over ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും നമുക്കൊരു ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടി. 2 ടൈംസ് yarn over ചെയ്യുക. നമുക്ക് ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും 2 ടൈംസ് yarn over ചെയ്യുക, ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ 3 ട്രിപ്പിൾ ക്രോഷ്യ 2 ചെയിൻ 3 ട്രിപ്പിൾ ക്രോഷ്യ ആണ് നമ്മൾ ഈ ഒരു റൗണ്ടിലെ പാറ്റേൺ. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ 4 ചെയിൻ ചെയ്തു,
2 ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. അങ്ങനെ നമ്മൾ അതിനെ 3 ട്രിപ്പിൾ ക്രോഷ്യ ആയിട്ട് കൗണ്ട് ചെയ്യും. ചെയിൻ 2 ചെയ്തു, വീണ്ടും സെയിം സ്പേസിൽ തന്നെ 3 ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇത് നമ്മളെ ഫസ്റ്റ് കോർണറാണ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് കോർണറിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഈ ഒരു സ്പേസിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഈ ആണുണ്ടല്ലോ, ഈ ആണ് ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്തിട്ട് വേണം കേട്ടോ ചെയ്യാൻ. ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ അങ്ങനെ അവിടെ തൂങ്ങിക്കിടക്കും. പിന്നെ കട്ട് ചെയ്യുമ്പോഴൊക്കെ ഊരി പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ആണോവർ ചെയ്യുക. ഇനി തൊട്ടടുത്ത സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 സെയിം തന്നെ 2 സെയിം തന്നെ 3. ഒരു ചെയിനിൽ തന്നെ നമ്മൾ ഈ ഒരു സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി വീണ്ടും അടുത്ത സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഞാൻ ഈ ആണൊക്കെ ഇതിൻ്റെ കൂടെ ബാക്ക് സൈഡിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, കൂട്ടി പിടിക്കുന്നുണ്ട്. 1 2 3 വീണ്ടും 3 DC ചെയ്തു. അപ്പം നമുക്കിവിടെ ഒരു 3 DC ചെയ്തു, അടുത്ത സ്പേസിലും 3 DC ചെയ്തു. ഇനി നമ്മൾ 2 ടൈംസ് യാണോവർ ചെയ്തിട്ട് തൊട്ടടുത്ത സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ട്രിപ്പിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുക, വീണ്ടും 2 ടൈംസ് യാണോവർ ചെയ്യുക, സെക്കൻഡ് ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുക, വീണ്ടും 2 ടൈംസ് യാണോവർ ചെയ്യുക, തേർഡ് ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുക. നമുക്ക് അടുത്ത കോർണറാണ്, സെക്കൻഡ് കോർണറാണ്. നമ്മളെ 3 ട്രിപ്പിൾ ക്രോഷ്യ, ചെയിൻ 2 സെയിം സ്പേസിൽ തന്നെ 3 ട്രിപ്പിൾ ക്രോഷ്യ കൂടി ചെയ്യുക. ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ എപ്പോഴും 2 ടൈംസ് യാണോവർ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യണം. അത് നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ. ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ, ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പം നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ കുഴപ്പമില്ല, എഴുതിയൊന്നും വെക്കണ്ട, സ്റ്റിച്ച് മാർക്കർ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ അറിയാത്തവരാണെങ്കിൽ എന്തായാലും സ്റ്റിച്ച് മാർക്കർ വെക്കണം. അപ്പോൾ ഇത് നമ്മളെ സെക്കൻഡ് കോർണറാണ്. അപ്പോൾ 3 DC 3 ട്രിപ്പിൾ ക്രോഷ്യ കഴിഞ്ഞിട്ടുള്ള ഈ 2 ചെയിൻ സ്പേസിൽ നമുക്ക് വീണ്ടും ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ അടുത്ത സ്പേസിൽ 3 DC ചെയ്യുക. 1 2 3 DC ചെയ്യുക. തൊട്ടടുത്ത സ്പേസിലും 3 DC ചെയ്യുക. 1 2 3 DC ചെയ്തു. അപ്പോൾ 2 സ്പേസിലും 3 DC ചെയ്തു. ഇനി നമുക്ക് വരുന്നത് കോർണറാണ്, തേർഡ് കോർണറാണ്. തേർഡ് കോർണറിൽ നമ്മൾ 2 ടൈംസ് യാണോവർ ചെയ്തിട്ട് നമുക്ക് ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് 3 ടൈംസ് ചെയ്ത് കൊടുക്കാം. 1 2 ടൈംസ് യാണോവർ ചെയ്യുക, 3. അങ്ങനെ ഞാനിവിടെ 3 ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ചെയിൻ 2 ചെയ്യുക, വീണ്ടും നമുക്ക് 2 ടൈംസ് യാണോവർ ചെയ്തിട്ട് 3 ട്രിപ്പിൾ ക്രോഷ്യ കൂടി ചെയ്ത് കൊടുക്കുക. കോർണറിൽ 3 ട്രിപ്പിൾ ക്രോഷ്യ, ചെയിൻ 2 3 ട്രിപ്പിൾ ക്രോഷ്യ ആണ് നമ്മൾ ചെയ്യുന്നത്. ടോട്ടൽ നമുക്ക് കോർണറിൽ 6 ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും. ആദ്യം നമ്മൾ 3 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യും, അതിന് ശേഷം ചെയിൻ 2 ചെയ്യും, വീണ്ടും നമ്മൾ 3 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യും. അങ്ങനെ ഒരു സ്പേസിൽ തന്നെ 6 എണ്ണമാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ചെയിൻ 2 ആണ് നമ്മളെ കോർണർ തിരിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയിൻ 2 ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 3 കോർണർ ഇവിടെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, 3 കോർണർ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത 2 സ്പേസിലും നേരത്തെ ചെയ്ത പോലെ തന്നെ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. 1 2 3 അടുത്ത സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി അടുത്ത സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. 1 2 3 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇനി നമുക്ക് ലാസ്റ്റ് സ്പേസാണ്, ഈ ലാസ്റ്റ് കോർണറാണ്. ഈ ലാസ്റ്റ് കോർണറിൽ നമ്മൾ 3 ട്രിപ്പിൾ ക്രോഷ്യ 2 ചെയിൻ 3 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് നമ്മൾ 4ാമത്തെ കോർണറാണ്. 3 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുക. ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ ചെയിൻ സ്റ്റാർട്ടിങ്ങിൽ 2 ടൈംസ് യാണോവർ ചെയ്യണം കേട്ടോ. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ബിഗിനേഴ്സിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്.
3 DC ട്രിപ്പിൾ ക്രോഷേ ചെയ്തതിന് ശേഷം നമുക്ക് ചെയിൻ 2 ചെയ്യാം. അതിന് ശേഷം വീണ്ടും സെയിം സ്പേസിൽ തന്നെ 3 DC ചെയ്ത് കൊടുക്കാം. 1 2 3. അപ്പോൾ നമ്മളെ ലാസ്റ്റ് കോർണറാണ്. 4 കോർണറും നമുക്ക് കിട്ടി. ഈ കോർണറിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളെ 4 കോർണർ ഇവിടെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നേരത്തെ നമുക്ക് തന്നെ ഒരു റൗണ്ട് ഷേപ്പിലായിരുന്നു. അതിനെ നമ്മളിങ്ങനെ ഗ്രാനി സ്ക്വയർ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി 2 സ്പേസ് നമുക്ക് ബാലൻസ് ഉണ്ട്. ആ 2 സ്പേസിൽ നമ്മൾ 3 DC ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് സ്പേസിൽ 3 DC ചെയ്യുക. 1 2 3. ഫസ്റ്റ് സ്പേസിൽ 3 DC ചെയ്തു. അടുത്ത സ്പേസിലും 3 DC ചെയ്യുക. 1 2 3. അടുത്ത സ്പേസിലും 3 DC ചെയ്തു. ഇനി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത 4 ചെയിനിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ചെയിൻ 1 ചെയ്യുക. നമ്മൾ യാണ് കട്ട് ചെയ്യുക. അതിന് ശേഷം ഹുക്ക് ഇങ്ങനെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്കിവിടെ ഇങ്ങനെ 4 കോർണർ കിട്ടിയിട്ടുണ്ട്. കേട്ടോ, 4 കോർണർ കിട്ടിയിട്ടുണ്ട്. നമുക്കിങ്ങനെ ഗ്രാനി സ്ക്വയർ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നേരത്തെ നമ്മൾ റൗണ്ടായിരുന്നു. നേരത്തെ റൗണ്ട് ചെയ്തപ്പോൾ ഇത് ആ റൗണ്ടിന് നമ്മൾ 4 കോർണറിൽ ട്രിപ്പിൾ ക്രോഷേ 6 പ്രാവശ്യം ചെയ്തിട്ട് നമ്മളൊരു ഗ്രാനി സ്ക്വയർ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഒരു കളറ് ആഡ് ചെയ്യാം. അതിനിവിടെ ഗ്രീൻ കളറ്, ഡാർക്ക് ഗ്രീനാണ് ആഡ് ചെയ്യുന്നത്. നമുക്ക് എവിടെ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു സ്പേസിലാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. അതിന് ശേഷം നമുക്ക് 3 ചെയിൻ ചെയ്യുക. 1 2 3 ചെയിൻ ചെയ്യുക. സെയിം സ്പേസിൽ നമുക്ക് 2 DC കൂടി ചെയ്യുക. ഈ 3 ചെയിന് നമ്മളൊരു DC ആയിട്ട് കൗണ്ട് ചെയ്യും. അങ്ങനെ ടോട്ടൽ നമുക്കിവിടെ 3 DC ചെയ്തു. ചെയിൻ 1 ചെയ്യുക. ഇനി നമുക്ക് അടുത്ത സ്പേസിൽ, ഈ ഒരു സ്പേസിലാണ്, ഈ സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3 DC ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു യാണ് ഇതിൻ്റെ കൂടെ ഇങ്ങനെ ആഡ് ചെയ്ത് പിടിക്കണം കേട്ടോ, എന്നാലേ ആ ഒരു ഹൈഡായി പോവുള്ളൂ. 1 2 3. ഇനി അടുത്തൊരു സ്പേസും കൂടി ഉണ്ട്. ഈ സ്പേസിലും നമുക്ക് 3 DC ചെയ്യുക. 1 2 3. കഴിഞ്ഞ റൗണ്ടിൽ നമുക്ക് ഡബിൾ ക്രോഷയുടെ 2 സെറ്റാണ് 3 DCയുടെ ഉള്ളത്. ഈ റൗണ്ടിലേക്ക് വന്നപ്പോൾ അത് 3 സെറ്റായിട്ട് ഇൻക്രീസിങ് ആയിട്ടുണ്ട് കേട്ടോ. ചെയിൻ 1 ചെയ്യുക. ഇനി നമ്മൾ ഈ ഒരു നമ്മളെ കോർണറിലാണ് എത്തിയിട്ടുള്ളത്. കോർണറിൽ നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് കോർണറിലും നമ്മൾ 3 DC 2 ചെയിൻ 3 DC ആണ് ചെയ്യുന്നത്. കഴിഞ്ഞ റൗണ്ടിൽ നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യ ആണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇനിയുള്ള റൗണ്ടിലൊക്കെ നമ്മൾ 3 DC 2 ചെയിൻ 3 DC ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ എത്ര റൗണ്ട് ചെയ്യുകയാണെങ്കിലും ഇപ്പം നമ്മൾ ചെയ്യുന്ന ഈ ഒരു സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കോർണറിൽ മാത്രം 3 DC 2 ചെയിൻ 3 DC ചെയ്യുക. ബാക്കി എല്ലാ സ്പേസിലും 3 DC ചെയ്ത് കൊടുക്കുക. അപ്പോൾ കോർണറിൽ വീണ്ടും നമുക്ക് കേട്ടോ 3 DC 2 ചെയിൻ 3 DC ചെയ്തു. ഈ 2 ചെയിൻ ചെയ്ത ആ ഭാഗത്ത് നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ കാണുന്ന ഈ സ്പേസിലൊക്കെ 3 DC ചെയ്ത് കൊടുക്കാം. 1 2 3 DC ചെയ്തു. ഇനി അടുത്ത സ്പേസിലും 3 DC ചെയ്യുക. 1 2
3DC ചെയ്തു. ഇനി അടുത്ത സ്പേസിലും നമുക്ക് ഈ ആണ് ബാക്ക് സൈഡിലേക്ക് വെച്ചിട്ട് നമുക്കിങ്ങനെ ഹൈഡാക്കി കൊടുക്കാം. 3DC ചെയ്യുക. 1 2 3. ഇനി നമുക്ക് വരുന്നത് ഈ ഒരു കോർണറാണ്. കോർണറിൽ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് നമുക്ക് 3DC 2 ചെയിൻ 3DC ചെയ്യാം. ഇനി വരുന്ന എല്ലാ കോർണറിലും നമ്മൾ 3DC 2 ചെയിൻ 3DC ആണ് ചെയ്യുന്നത്. അതൊക്കെ ഒന്ന് എഴുതി വെക്കണം കേട്ടോ. അപ്പം ബിഗിനേഴ്സ് ആകുമ്പോൾ എഴുതി വെച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. 3DC 2 ചെയിൻ സെയിം സ്പേസിൽ തന്നെ 3DC ചെയ്യുക. 1 2 അപ്പോൾ നമ്മൾ എല്ലാ കോർണറിലും 3DC 2 ചെയിൻ 3DC ചെയ്യുക. ബാക്കി എല്ലാ സ്പേസിലും നമുക്ക് ഇവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനിയുള്ള എല്ലാ സ്പേസിലും നമുക്കിങ്ങനെ 3DC ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഈ സ്റ്റിച്ച് മാർക്കർ ഉള്ള ഈ ഒരു സ്പേസിലെത്തുമ്പം 3DC 2 ചെയിൻ 3DC ചെയ്യുക. പിന്നെ ഈ സ്പേസിലൊക്കെ 3DC ചെയ്യുക. ഈ സ്പേസിൽ 3DC 2 ചെയിൻ 3DC ചെയ്യുക. ചെയിൻ 1 ചെയ്തിട്ട് നമുക്ക് ഈ ഒരു എത്തുന്ന വരെ ചെയ്ത് കൊടുക്കുക. ഈ 3DCൻ്റെ ഒക്കെ സ്പേസിൽ നമുക്ക് ഓരോ ചെയിൻ 1ഉം ചെയ്ത് കൊടുക്കാം. ഒന്നുകൂടി കാണിച്ചു തരാം. ചെയിൻ 1 ചെയ്യുക. ഈ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 3DC ചെയ്യുക. 1 2 3. വീണ്ടും ചെയിൻ 1 ചെയ്യുക. സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 3DC ചെയ്യുക. 1 2 3. വീണ്ടും ചെയിൻ 1 ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. അടുത്ത സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 3DC ചെയ്യുക. അടുത്ത കോർണറിൽ 3DC ചെയ്തതിന് ശേഷം ചെയിൻ 1 ചെയ്തിട്ട് നമുക്ക് അടുത്ത കോർണറിലേക്ക് പോവാം. ചെയിൻ 1 ചെയ്യുക. ഈ ഒരു കോർണറിൽ 3DC 2 ചെയിൻ 3DC ചെയ്യുക. അങ്ങനെ ഈ ഒരു ഫുൾ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാനിവിടെ 4 കോർണറിലും 3DC ചെയിൻ 2 3DC ചെയ്തു. ചെയിൻ 1 ചെയ്തു. 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 നെക്സ്റ്റ് കോർണറിൽ 3DC ചെയിൻ 2 3DC. കോർണറിൽ മാത്രമാണ് ചെയിൻ 2. ബാക്കി എല്ലാ സ്ഥലത്തും 3DC കഴിഞ്ഞിട്ട് ചെയിൻ 1 ചെയ്യണം. ഇനിയിപ്പോൾ ഈ ലാസ്റ്റ് കോർണറിലും ഇതുപോലെ 3DC ചെയിൻ 2 3DC ചെയ്തു. ചെയിൻ 1 ചെയ്യുക. നമ്മൾ ഫസ്റ്റ് ചെയ്ത 3 ചെയിനിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ചെയിൻ 1 ചെയ്യുക. നമ്മൾ ഈ ആണ് കട്ട് ചെയ്യുക. പിന്നെ ഇതുപോലെ നമുക്ക് എത്ര വലുപ്പത്തിൽ വേണമെങ്കിലും ഈ ഒരു സ്ക്വയർ ചെയ്തെടുക്കാം. നമുക്ക് നെക്സ്റ്റ് കളർ ആഡ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഈ സ്റ്റിച്ച് മാർക്കർ വെച്ച് ഈ സ്പേസ് എത്തുമ്പോൾ 3DC ഇവിടെ ഞാൻ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടില്ല. നിങ്ങൾ വെച്ച് കൊടുക്കണം കേട്ടോ. സ്റ്റിച്ച് മാർക്കറിൽ 3DC 2 ചെയിൻ 3DC ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. 3DC ചെയ്യുക. അങ്ങനെ നമുക്ക് എത്ര വലുപ്പത്തിലും വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. Thank you for watching and thank you for subscribing.